യെസ് മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണു. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് കൊടുത്തു വരുന്നത്. നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to x t ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 9t പ്ലസ് 20 dt. കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. റേഞ്ച് ആൽഫ ബീറ്റയാണ് അല്ലേ? അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇന്റഗ്രൽ 0 to x ടി ഇൻറ്റു ടി സ്ക്വയർ ടി ക്യൂബ് മൈനസ് 9t സ്ക്വയർ പ്ലസ് 20t dt. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് എന്താ? എഫ് ഡാഷ് എക്സ്. അവിടെ നമ്മൾ റൂൾ കൊടുക്കുന്നു അല്ലെ? ആദ്യം അപ്പർ ലിമിറ്റ് എന്താ? എക്സ് ക്യൂബ് അല്ലെ? എവിടെയൊക്കെ ടി കാണുന്നു അപ്പൊ അവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സ് ക്യൂബ് മൈനസ് 9x സ്ക്വയർ പ്ലസ് 20x ഇൻറ്റു അപ്പർ ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് അതെന്താ? 1 ആണ്. മൈനസ് ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് അതിന്റെ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 9x സ്ക്വയർ പ്ലസ് 20x. വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇൻറ്റു എന്ത് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 20. സോ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എന്താണ്? എക്സ് മൈനസ് 5 ആണ്. F dash x is equal to x into x minus 4 into x minus 5. If the range of the function ആണ് f dash x ൽ നിന്ന് f of x ലേക്ക് വരാൻ f dash x നെ എന്ത് ചെയ്യുന്നു? ഞാൻ അവിടുന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെ? ഇന്റഗ്രൽ f dash x dx എന്ന് പറയുമ്പോൾ എന്തായി? f of x is equal to അല്ലെ എക്സ് ക്യൂബ്. ഇവിടുന്ന് എടുക്കാം എക്സ് ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് റൈസ് ടു 4/4 മൈനസ് 9 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 20 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എഫ് ഓഫ് എക്സ് പ്ലസ് എ കോൺസ്റ്റന്റ് സി. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി കേട്ടോ. അപ്പൊ എന്താ നമ്മളെ എഫ് ഓഫ് എക്സ് നോക്കി? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ എഴുതേണ്ടത്? എഫ് ഓഫ് എക്സ് എക്സ് റൈസ് ടു 4/4 മൈനസ് 9x ക്യൂബ്, അതായത് മൈനസ് 3x ക്യൂബ് അല്ലെ? മൈനസ് 3x ക്യൂബ് പ്ലസ് 10x സ്ക്വയർ എന്നാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺലി ഏതൊക്കെയാണ്? 1 to 5 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഈ എഫ് ഡാഷ് എക്സ് സീക്വൽ ടു എഫ് ഡാഷ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എഫ് ഡാഷ് എക്സ് സീക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ എക്സിന് 0യും എക്സിന് 4ഉം എക്സിന് എന്തും വരും? 5ഉം വരും. എക്സിന് 0യും എക്സിന് 4ഉം എക്സിന് 5ഉം വരും. അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ ഇത് 0 നോക്ക 0 4 5. അപ്പൊ ഈ എഫ് ഡാഷ് എക്സ് 5 to ഇൻഫിനിറ്റിയിൽ എഫ് ഡാഷ് എക്സ് പോസിറ്റീവും 4 to 5 എഫ് ഡാഷ് എക്സ് നെഗറ്റീവും
0 to 4 എഫ് ഡാഷ് എക്സ് എന്താണ്? പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതിലാണ്? -∞ to 0 നെഗറ്റീവ്, 1 to 4 പോസിറ്റീവ്, 4 to 5 നെഗറ്റീവ്, 5 to ∞ പോസിറ്റീവാണ് എഫ് ഡാഷ് എക്സ്. നമ്മളെ റേഞ്ച് ഏതാണ്? നമ്മളെ ഡൊമൈൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? 1 to 5 ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷനിലെ ഡൊമൈൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോ ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് നോക്കൂ. -∞ to 0 വരെ ഫംഗ്ഷൻ എന്താ? ഡിക്രീസിങ് ആണ്, നെഗറ്റീവ്. 0 to 4 വരെ ഫംഗ്ഷൻ എന്താ? ഇൻക്രീസിങ് ആണ്, അല്ലേ? നോക്കൂ, -∞ to 0 വരെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, 0 to 4 വരെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, 4 to 5 ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്, 5 to ∞ പിന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണല്ലോ ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1 to 5 അല്ലേ ഫംഗ്ഷൻ, ഈ 4 ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ 1 to 5 4 ഈ എഫ് ഓഫ് 4 ആണ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരിക, അല്ലേ? മാക്സിമം വാല്യൂ വരിക ഏതാണ്? എഫ് ഓഫ് 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് 1ഉം എഫ് ഓഫ് ഏതും എടുക്കുക? 4ഉം എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് 1 എടുക്കുന്നു, അല്ലേ? അപ്പൊ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് നോക്കൂ, ഈ പോയിന്റ് മിനിമം വാല്യൂ, എഫ് ഓഫ് 4 മാക്സിമം. അപ്പം എഫ് ഓഫ് 1ഉം എടുക്കുന്നു, എഫ് ഓഫ് 4ഉം എടുക്കുന്നു. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 29/4 ഈസ് ആൽഫ. 29/4 എന്ന് കിട്ടും എഫ് ഓഫ് 1. ഇനി എഫ് ഓഫ് 4 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 256/4 അല്ലേ? 32 ഈസ് ഈക്വൽ ടു ബീറ്റ. എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 4ഉം ഇതിൽ കൊടുക്കുന്നു. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക നിങ്ങൾ. എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 4 × 29/4 പ്ലസ് 32. ഇപ്പം 29 പ്ലസ് 4 × 32. 4 × 32 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64, 128. 4 × 32 128. അപ്പം നമുക്ക് 157 കിട്ടും, അല്ലേ? 128 + 29 ഈസ് 157 ആണ് കറക്റ്റ് ആൻസർ. 157.